ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലുള്ള ശക്തമായ കാറ്റാണ് കോട്ടയം ജില്ലയിൽ ഇന്നലെ രാത്രിയോടെ വീശിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുമ്മനത്താണ്. കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിൽ ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ശക്തമായ രീതിയിലുള്ള കാറ്റ് വീശി 500 വർഷത്തിലധികം പഴക്കമുള്ള കാഞ്ഞിരമരം കടപുഴകി വീണു. അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ള മരമാണ്. ഏകദേശം ഈ പ്രദേശത്തെ അതേപോലെ ഈ നടപ്പന്തൽ, അതുപോലെ തന്നെ വലിയ നടപ്പന്തൽ, ആനക്കോട്ടുകൾ ഉൾപ്പെടെയുള്ളവ ഈ മരം കടപുഴകി വീഴുന്നത് കാരണം തകർന്നിട്ടുണ്ട്. പ്രാഥമികമായി ഏകദേശം 50 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളൊക്കെ ചേരുകയാണ്. ശക്തമായ കാറ്റുണ്ടായിരുന്നല്ലേ ഇന്നലെ? അതിഭയങ്കര കാറ്റായിരുന്നു. ഒരു 7:30 ആയപ്പോഴത്തേന് 7:30ക്കാണ് ഈ മരം താഴോട്ട് വീഴുന്നത്. അപ്പം ഞങ്ങളുടെ നടപ്പന്തലിൻ്റെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും പറ്റാതെ തന്നെ മരം താഴോട്ട് വീണു. അതൊരു വലിയ ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കേരളത്തിൽ തന്നെ ഇതുപോലുള്ള 500 വർഷം പഴക്കമുള്ള ഈ കാഞ്ഞിരമരം ഇല്ലെന്ന് തന്നെ പറയാം. അത്ര ഒരു ദൈവികമായിട്ടുള്ളൊരു മരമാണിത്. മറ്റ് പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ അപകടം മരം കടപുഴകി വീണതോ അങ്ങനെ അല്ലെന്ന് അറിയില്ല. പക്ഷേ നല്ല കാറ്റുണ്ടായിരുന്നു. അതിഭയങ്കര കാറ്റായിരുന്നു. അതിഭയങ്കര ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലായിരുന്നു. ഏകദേശം 50 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല, ഇതെല്ലാം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. 1 വർഷം ആകുന്നേ ഉള്ളൂ. ഇത് പുതിയ സാധനങ്ങളാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട്. ഈ കഴിഞ്ഞ മീനപ്പറിന് കഴിഞ്ഞിട്ട് പുതുതായിട്ടുണ്ടാക്കിയത്. ഇത് വീണെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ തന്നെ, നഷ്ടമുണ്ടെങ്കിൽ തന്നെയും ആർക്കും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. അതൊരു ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ശക്തമായ രീതിയിലുള്ള കാറ്റ് തന്നെയാണ് വീശിയത്. ഏകദേശം ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നമുക്കറിയാം, 500 വർഷത്തിലധികം പഴക്കമുള്ള ഒരു മരം കടപുഴകി വീഴുമ്പോൾ കാറ്റ് എത്രത്തോളം ഭീകരമായിട്ടാണ് ഇവിടെ വീശിയിട്ടുണ്ടാകുന്നതെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കോട്ടയത്ത് നിന്ന് ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.